നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സ്നേഹം, റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് നല്ല സങ്കടമായി സുമി. എന്നാലും നീ ഇത്ര പ്രതീക്ഷയോടുകൂടി ചെന്ന നിന്റെ ആ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇങ്ങനെയായി പോയല്ലോ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കും. അതൊന്നും നമ്മൾ വിചാരിക്കുന്ന വഴിക്കാവില്ലല്ലോ സ്നേഹം. ഗിരി സംസാരിച്ചത് മുഴുവനും ഗിരിയുടെ കാഴ്ചപ്പാടുകളായിരുന്നു. അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ള സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും ഒന്നും ഗിരിയുടെ ജീവിതത്തിൽ ഒരു കാലത്തും സ്ഥാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറയേണ്ടിയും വന്നില്ല. സുമി, ഇതൊന്നും കേട്ടിട്ട് നീ മനപ്രയാസപ്പെടണ്ട. ഈ വാക്കിലും പറച്ചിലൊന്നും അല്ലല്ലോ കാര്യം. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേർക്കിടയിൽ അറിയാതെ സംഭവിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഗിരി എന്തൊക്കെ പറഞ്ഞാലും അത് അതിൻ്റെതായ വഴിക്ക് സംഭവിച്ചോളും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഗിരിയോട് അടുക്കാനും പരസ്പരം മനസ്സിലാക്കാനും നീ തന്നെ മുൻകൈ എടുത്താൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ചൊരു ഹണിമൂൺ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോ അതിൻ്റെതായ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, എനിക്കുറപ്പാ. ഹണിമൂൺ യാത്രയോ? ആരുടെ? ഇനിയിപ്പോ അങ്ങനൊരു യാത്രയ്ക്കൊന്നും പോകുന്നില്ല സ്നേഹം. വിദേശത്ത് ടൂർ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഡിസംബറിൽ അമ്മയും നവ്യയും യൂറോപ്യൻ ടൂറിന് പോകുമ്പോ കൂടെ പൊക്കോളാൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോ? ഗിരിക്ക് ഇത് എന്തിന്റെ കേടാ? ഇവൻ ഇത് എന്ത് ഭാവിച്ചത്? ഗിരിയുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല സ്നേഹ. ഗിരി എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണത്തിലേക്കും എന്നോടൊപ്പമുള്ള ജീവിതത്തിലേക്കും ഏത് മാനസികാവസ്ഥയിലാണോ ഗിരി കാലെടുത്ത് വെച്ചത് അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മാറ്റങ്ങൾ വന്നത് എനിക്കാ. അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ തലപൊക്കി തുടങ്ങിയത് എന്റെ മനസ്സിലാ. തെറ്റപ്പോ എന്റെ ഭാഗത്ത് തന്നെയല്ലേ? സുമിതേ, എന്ത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രിപ്പാ നീ ഒരു ദയവില്ലാതെ ക്യാൻസൽ ചെയ്തേ. നീ അവളോട് ചെയ്തതേ വലിയ ദ്രോഹമായി പോയി. എടാ, ഞാനും സുമിയും തമ്മിലുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിനക്കല്ലേ? അങ്ങനെയുള്ള നീയാണോ ഇങ്ങനെ ഓരോ കാര്യത്തിന് എന്നെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നത്? എടാ, എന്തൊക്കെയായാലും നീ കല്യാണം കഴിച്ച പെണ്ണല്ലേ അവള്. ആ കല്യാണം നടന്നത് ഏത് സാഹചര്യത്തിലായാലും ഇപ്പൊ അവള് നിന്റെ ഭാര്യ. സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാനും അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നിനക്കുണ്ട് ഗിരി. ഹലോ, ഞാൻ അങ്ങനെ വെറുതെ ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കിയതല്ലടാ. സനുവിന്റെ കൂട്ടുകാരിയുടെ ഒരു ബിസിനസ് വെഞ്ചറിന്റെ ഇനാഗുറേഷൻ വന്നുവിട്ടു. ഒഴിവാക്കാൻ പറ്റിയില്ല, അങ്ങനെ സംഭവിച്ചതാ. ആന കാര്യമായി പോയി. ഒന്ന് പോകിരി. ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നീ ഓരോ കാരണം കാത്തിരിക്കായിരുന്നു, അത്ര തന്നെ. ഇവിടെ നിനക്ക് എന്താ ആകാശ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അമ്മ എന്തിനാ കാണണോന്ന് പറഞ്ഞത്? വരുന്ന തിങ്കളാഴ്ച അക്ഷയതൃതീയ. മനസ്സിലായി. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ അന്ന് കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്വർണം വാങ്ങുന്ന കാര്യം പറയാനല്ലേ? ജ്വല്ലറികളുടെ പരസ്യം ഇപ്പോഴേ വന്നു തുടങ്ങി. അത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതേ എനിക്ക് ചിലത് പറയാനുള്ളത് കൊണ്ടാണല്ലോ. അത് ഞാൻ തന്നെ പറയുന്നതല്ലേ നല്ലത്. അന്നേ ദിവസം അതുമാത്രം ചെയ്താൽ പോരാ, കുടുംബ ഐശ്വര്യത്തിനായി ഒരു ലക്ഷ്മി പൂജയും നടത്തണം. പിന്നെ ഈ വർഷം ആ ദിവസത്തിന്റെ പ്രത്യേകത ഇതൊന്നും അല്ല. ഈ വീട്ടിൽ 3 കല്യാണങ്ങൾ നടന്നതിന് ശേഷം വരുന്ന ആദ്യത്തെ മംഗള ദിവസമാണ്. പോരെങ്കിൽ അത് തിങ്കളാഴ്ചയും. അതുകൊണ്ട് നവദമ്പതിമാർക്ക് അത് ഏറ്റവും പ്രധാനമാണ്. അവരവരുടെ ഭർത്താക്കന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി അന്നേ ദിവസം സുമിതയും സനുവും നവ്യയും തിങ്കളാഴ്ച വ്രതവും കൂടി എടുക്കട്ടെ. അന്നേ ദിവസം ഗംഭീര ആഘോഷാക്കി മാറ്റി നമുക്ക് കൊണ്ടാടണം. നവ്യയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും സുമിതയുടെ വീട്ടുകാരെയും ഒക്കെ ക്ഷണിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നാളെ തന്നെ അവരോടൊക്കെ ഒന്ന് ഇത്രടം വരെ വരാനും പറയണം. കിഷോറിന്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറയാമേ. അച്ഛനോടും അമ്മയോടും ഞാനും പറയാം.
അതെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നാളെ നമ്മളെ ഗിരിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളെന്താ പ്രത്യേകത? അതുകൊള്ളാം. വരാൻ പോകുന്നതേ അക്ഷയ തൃതീയല്ലേ. അന്ന് അവിടെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ടത്രേ. അതിനന്ന് പോയാ പോരെ, നാളെ എന്തിനാ പോകുന്നത്? ആ ദിവസത്തെ ചടങ്ങിലെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി കാദംബരി അമ്മ വിളിപ്പിച്ചതാ നമ്മളെ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് അക്ഷയ തൃതീയ? ചന്ദ്രേട്ടൻ പറയുന്നത് ശരിയാ. ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നതേ ഞാൻ ഇതുവരെ ജ്വല്ലറിക്കാരുടെ പരസ്യത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് ഇങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഒയ്യാരത്ത് കുടുംബക്കാര് നമ്മളെ ക്ഷണിച്ചല്ലോ. അവരുടെ തരക്കാരായി നമ്മളെ കൂട്ടിയല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ. അത്രയും വലിയൊരു കുടുംബത്തിന്റെ ഭാഗമായി നമ്മൾ മാറിക്കഴിഞ്ഞു ചന്ദ്രേട്ട. അതുകൊണ്ടല്ലേ ആ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കൊക്കെ നമ്മളിപ്പോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളുകളായി മാറിയത്. എന്തായാലും ശരി, നമ്മൾ 3 പേരും കൂടെ അവിടെ വരെ പോകുന്നു, അത്ര തന്നെ. ഞാനില്ല. പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം? ഇതൊക്കെ പെണ്ണുങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ. സുമി ചന്ദ്രേട്ടനെ പ്രതീക്ഷിക്കും. ചന്ദ്രേട്ടൻ വന്നില്ലെങ്കിൽ അവക്ക് വിഷമാവും. ഈ അക്ഷയ തൃതീയൊന്നും എനിക്ക് ദഹിക്കുന്ന കാര്യമല്ലെന്ന് സുമിമോൾക്ക് നന്നായിട്ട് അറിയാം. നാളെ ഞാൻ വരാത്തതിന്റെ പേരിൽ അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. ഞാനും നന്ദു എന്തായാലും പോവും. ഹലോ അച്ഛാ. ആ മോളെ, ആ സുമി, നീ കേൾക്കുന്നുണ്ടോ? ആ ഉണ്ടച്ചാ. ഞാനേ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. ഗിരി അവിടെ എന്തോ ജോലി ചെയ്തോണ്ടിരിക്ക. അച്ഛൻ പറഞ്ഞു നാളെ നന്ദു അമ്മയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പൊ അച്ഛൻ വരുന്നില്ലേ? ഇല്ല മോളെ, പെണ്ണുങ്ങളെല്ലാരും കൂടി അക്ഷയ തൃതീയയുടെ കാര്യവും തിങ്കളാഴ്ച വ്രതവും ഒക്കെ പ്ലാൻ ചെയ്യുന്നിടത്ത് അച്ഛൻ വന്നിട്ട് എന്താ കാര്യം? എന്നാലോ അച്ഛന് വരായിരുന്നു. ഇവിടുത്തെ ചർച്ചകളൊന്നും പങ്കെടുത്തില്ലെങ്കിലും എനിക്കെന്റെ അച്ഛനെ കാണാറുന്നല്ലോ. നീ എന്നെ പ്രതീക്ഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ അച്ഛൻ ഇപ്പോഴേ വിളിച്ചു പറഞ്ഞത്. പ്രതീക്ഷിച്ചൊക്കെ നടക്കാതെ പോകുന്നത് എന്റെ ജീവിതത്തിൽ പതിവല്ലേ അച്ഛാ. എന്ത് പറ്റി മോളെ? എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ അവിടെ ഹാപ്പി അല്ലേ? പിന്നെ എനിക്കിവിടെ എന്തിന്റെ കുറവാ? ഗിരി എന്നെ സ്നേഹിക്കുന്ന പോലെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ലോകത്ത് വേറൊരു പെണ്ണിനും കിട്ടില്ല അച്ഛാ. അച്ഛൻ നാളെ വരില്ല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സങ്കടമായി. അത്രേ ഉള്ളൂ. അച്ഛൻ ഇതൊന്നും കാര്യാക്കണ്ട. നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.